ലീഗ് മന്ത്രിമാരുടെ ഇപ്പോഴത്തെ സംസാരവും ശരീരഭാഷയും കണ്ടാൽ ശാഖാ ട്രെയിനിങ് കിട്ടിയവർ തോറ്റുപോകും. സംഘപരിവാർ വിധേയത്വവും അവരുടെ മുന്നിൽ മുട്ടിലെഴഞ്ഞതിന് ശേഷം PM-ശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതികൾ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു വന്നതിന് ശേഷം പണം കണ്ടു കഴിഞ്ഞാൽ ലീഗന്മാർക്ക് പിന്നെ കണ്ണു മഞ്ഞളിക്കും. പിന്നെ കാവിപ്പണമാണെങ്കിലും നമ്മൾ കമിഴ്ന്ന് വീണ് അതിനെ എങ്ങനെയും സ്വന്തമാക്കണം. PM-ശ്രീയുമായി ബന്ധപ്പെട്ട് ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീന്റെ ശരീരഭാഷയും വർത്തമാനവും നോക്കണേ. സംഘപരിവാർ പ്രോജക്ട് 2 കൈ നീട്ടി വാങ്ങിക്കുന്ന ആ വ്യക്തിയെ കണ്ടാൽ ശാഖയിലെ ഒരു സംഘിക്ക് പോലും ഇത്രയും വിധേയത്വം കാണാൻ പറ്റില്ല. നരസിംഹറാവു മന്ത്രിസഭയിലെ ലീഗ് മന്ത്രിമാരുണ്ടായിരുന്നു. ഇതുപോലെയായിരുന്നു ബാബറി മസ്ജിദ് വീണ സന്ദർഭത്തിലും അവർ കോൺഗ്രസിനൊപ്പം ചേർന്ന് സംഘപരിവാറിന് മുന്നിൽ മുട്ടിലെഴഞ്ഞ് വിനീത ദാസന്മാരായി നിന്നത്. PM-ശ്രീ കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ടതിന്റെ പേരിൽ കിട്ടിയത് SSK ഫണ്ടാണ്. ഒപ്പിടാത്തത് കൊണ്ട് തടഞ്ഞു വെച്ചതും SSK ഫണ്ടാണ്. PM-ശ്രീയുടെ ഫണ്ട് കിട്ടണമെങ്കിൽ PM-ശ്രീയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അത് ആരംഭിച്ചു എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ആരംഭിക്കാൻ റെഡിയാണ്, തയ്യാറാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഗവൺമെന്റ് കരാർ ഒപ്പുവെച്ചു. ഏകപക്ഷീയമായ കരാർ ഒപ്പുവെച്ചു. ഏകപക്ഷീയമാണെന്ന് അറിഞ്ഞിട്ടും ഒപ്പുവെച്ചു. അങ്ങനെ കേരളത്തെ പ്രതിസന്ധിയിലാക്കിയത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയും ഇടതുപക്ഷവുമാണ്. അപ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇനിയുള്ള വിഷയങ്ങൾ കിടക്കുന്നത്. അതാണല്ലോ ഇപ്പോൾ ഇവിടെ സബ് കമ്മിറ്റി വെച്ചിട്ടുള്ളത്. ആ സബ് കമ്മിറ്റി വെച്ചതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ വൈകാതെ നടക്കും. തയ്യാറായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതായത് UDF-ന്റെ MP ചോദിച്ച ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. ഒപ്പിട്ടു, അപ്പം തന്നെ അതിൽ നിന്ന് ഒരു നടപടിയുമായിട്ട് മുമ്പോട്ട് പോയിട്ടില്ല. UDF-ന്റെ MP ചോദിച്ചതിനുള്ള മറുപടി ആകെ ഒരു കൺക്ലൂഷനായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതെന്താ ഇങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നത്? അസംബ്ലിയിൽ ഞാൻ കൃത്യമായിട്ട് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ സെക്രട്ടറിമാരുടെ യോഗം ചേർന്ന് അത് ആവശ്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തയ്യാറാണ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് അയച്ച കത്ത് അസംബ്ലിയിൽ ഞാൻ പ്രദർശിപ്പിച്ചതാണ്. 1. 2, ഇവരൊപ്പിട്ട മെമ്മോ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അത് അസംബ്ലിയിൽ ഞാൻ കാണിച്ചതാണ്. അതൊക്കെ ചർച്ച ചെയ്തതാണ്. പിന്നെ ഇപ്പൊ അതിനെ ഇങ്ങനെ ഓരോ നൊട്ടി ന്യായങ്ങൾ പറഞ്ഞ് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? കേട്ടല്ലോ, PM-ശ്രീയിൽ ഇടതുപക്ഷമാണത്രേ ഒപ്പിട്ടത്. വീണ്ടും പണത്തിനു വേണ്ടി 5 നേരം നിസ്കരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു മുസൽമാനാണ് പോലും. ലീഗിന് മതം എന്ന് പറഞ്ഞാൽ കാര്യസാധ്യത്തിനനുസരിച്ച് മതത്തിന്റെയും വിശ്വാസവും എല്ലാം മാറ്റി നിർത്തി പച്ച കള്ളം പറയാനുള്ളതാണ് അവരുടെ വിശ്വാസവും നിസ്കാരവും എന്ന് തെളിയുകയാണ്. ഈ മറുപടി കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നും ഇടതുപക്ഷ സർക്കാർ ഒപ്പിട്ടതല്ലേ എന്ന്. കുറച്ച് മണ്ടന്മാരായ 5 നേരം നിസ്കരിക്കുന്ന ലീഗന്മാരെയും നുണ പറഞ്ഞങ്ങ് പറ്റിച്ച് പണം ഇങ്ങനെ വിശ്വഗുരുവിന്റെ മുന്നിൽ പോയി മുട്ടിലെഴഞ്ഞു നിന്ന് കൈനീട്ടി വാങ്ങാനുള്ള പരിശ്രമം നടത്തുമ്പോൾ ഇക്കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ തന്നെ രാജ്യസഭാ MP ആയിട്ടുള്ള ജബി മേത്തർ അവർ PM-ശ്രീയുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ആ ചോദ്യത്തിന്റെ മറുപടി എന്താണെന്ന് ഈ നാട്ടിലെ മുഖ്യധാരാ ചാനലുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. കേരളത്തിൽ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ധാരണാപത്രം ഒപ്പുവെച്ചതല്ലാതെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ കേരളം പങ്കെടുത്തിട്ടില്ല. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്ക് PM-ശ്രീയുടെ യാതൊരു ഫണ്ടും ലഭിച്ചിട്ടില്ല. PM-ശ്രീ നടപ്പാക്കാത്ത കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ നിന്നാണ് തുക നൽകിയത്. കോൺഗ്രസ് MP ജബി മേത്തറിന്റെ ചോദ്യത്തിനാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി മറുപടി നൽകിയത്. കേട്ടല്ലോ, PM-ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഒപ്പും ഇട്ടിട്ടില്ല. പക്ഷേ ഇടതുപക്ഷത്തിന്റെ തോളിൽ ചാരി പച്ചക്കള്ളങ്ങൾ ചില മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് ലീഗ് സംഘപരിവാറിന്റെ വിദ്യാഭ്യാസവൽക്കരണം കേരളത്തിലേക്ക് നടപ്പാക്കാൻ വേണ്ടി കുനിഞ്ഞു നിന്നുകൊടുക്കുന്നു എന്നതിന്റെ തെളിവല്ലേ ഈ പുറത്തു വരുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷംസുദ്ദീൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി PM-ശ്രീ അറബിക്കടലിൽ എറിയാൻ വന്നതിന് ശേഷം പൊടുന്നനെ വിശ്വഗുരുവിന്റെ പാതാരബിന്ദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് ഞങ്ങൾ ഇത് നടപ്പാക്കാം, അതിന് ഇടതുപക്ഷത്തിന്റെ പേര് പറഞ്ഞോളാമെന്ന് പറയുന്നത്? ഇടതുപക്ഷം ഇക്കഴിഞ്ഞ നവംബറിൽ ഉദ്യോഗസ്ഥ തലത്തിൽ മെമ്മറാണ്ടം ഒപ്പിട്ടതിനെ PM-ശ്രീയിൽ ഒപ്പിട്ടു. PM-ശ്രീയുടെ ഭാഗമായി കേരളം എന്ന തരത്തിലേക്ക് ആ 2 ഉദ്യോഗസ്ഥരുടെ മെമ്മറാണ്ടം ഒപ്പിന് വെച്ച് കരാറാക്കി മാറ്റിക്കൊണ്ട് സംഘപരിവാറിന്റെ വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ മതപഠനം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനത്തെയും നശിപ്പിക്കാൻ ഷംസുദ്ദീൻ എന്ന മന്ത്രി കൂട്ടുനിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി കൊടുത്ത ആ മറുപടി തെളിയിക്കുന്നത്. എന്നിട്ടും ആരെ പറ്റിക്കാനാണ്? സതീശൻ പറയുന്ന ഈ നുണ തന്നെ
ഷംസുദ്ദീനും ആവർത്തിക്കുന്നത്. അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടല്ലോ, ഒരേ സ്വരം. സത്യപ്രതിജ്ഞ ചെയ്ത് നേരെ സംഘപരിവാർ ശാഖയിൽ കൊണ്ടുപോയി ലീഗ് മന്ത്രിമാരെ കൊണ്ടുകൂടി സത്യം ചെയ്യിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് പാദസേവകരായി നിന്നുകൊള്ളാം, ഒരംശം പോലും എതിർപ്പുണ്ടാക്കില്ല എന്ന് പറയുമ്പോൾ BJP നേതാവായിട്ടുള്ള K. സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ ലീഗ് എതിർത്ത പല പദ്ധതികളും ലീഗ് മന്ത്രിമാരെ കൊണ്ട് തന്നെ പടച്ചോനെ നടപ്പാക്കാൻ കഴിഞ്ഞത് തന്നെയാണ് സംഘപരിവാറിന്റെ ഏറ്റവും വലിയ നേട്ടം. സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ വന്നവർ എവിടങ്ങളിലും ഒരിടത്ത് ഒരു വാക്കുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ എതിരഭിപ്രായം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നത് കണ്ടോ? ഇല്ലല്ലോ. അപ്പോ എങ്ങനെയാണ് മുട്ടിലെഴയുന്ന വിധേയത്വമെന്നും ആർക്കു മുന്നിലും പണത്തിനു വേണ്ടി മുട്ടിലെഴയാൻ മടിയില്ലാത്ത ഡയലോഗടി വീരന്മാരാണ് കേരളത്തിലെ ലീഗ് മന്ത്രിമാരെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവ വികാസമെന്ന് നിസ്സംശയം പറയാം.